ഹലോ അച്ഛാ, ഞാൻ മധുരയിലാണുള്ളത്. വരുമ്പോ ഞാൻ ഫോൺ ചെയ്യാം. ഹലോ. ആരത്? ഹായ് 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 ഗേൾസ്. എന്തായാലും ഒന്നിച്ചു കൂടി നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ സെൽഫോൺ കാണാനില്ല. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കും. ശരി പെങ്ങളെ, കരയാതെ. ഒരു സെൽഫോൺ പോയതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നേ. ഹായ് ഗേൾസ്, ഇതുപോലത്തെ ജോലി കിട്ടാൻ വേണ്ടിയല്ലേ ഞാനൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ. നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് നോക്കട്ടെ. 9841467415. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചു തരാം. നീ ഹലോ, ഇവിടെ എന്താ പരിപാടി? കോൾ ചെയ്താ ഫോൺ റിംഗ് ആവും. ഈസി ആയിട്ട് കണ്ടുപിടിച്ചു തരാം. തനിക്ക് ബുദ്ധിയുണ്ടോ? അതറിയില്ല. എന്താ? ഫോൺ റിംഗ് ആവില്ല, സൈലന്റിലാ ഉള്ളത്. സൈലന്റിലോ? ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? അത് പോട്ടെ, ഫോൺ വൈബ്രേറ്റിലായിരിക്കുമല്ലോ അല്ലേ? അതും അല്ല. വൈബ്രേറ്റിലും അല്ലെന്നോ? അപ്പൊ അകത്ത് പോയി തരാം. കണ്ടുപിടിച്ചിട്ടേ വരൂ. എനിക്ക് കാണാം. നോക്കിയോ? കണ്ടുപിടിക്കും കണ്ടുപിടിക്കും, സെൽഫോൺ എവിടെ നിന്ന് കണ്ടുപിടിക്കും. പ്രദീപേ, വെറുതെ പോയി തല വെച്ച് കൊടുത്തല്ലോടാ. ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യ. ഇത് എന്നെ പോലുള്ളവർക്ക് പറ്റും തോന്നുന്നില്ല. ഇതിന് സ്പെഷ്യലിസ്റ്റ് വേറെ ആളുണ്ട്. സ്പെഷ്യലിസ്റ്റോ? അതെ. അതും ഈ ഗ്രാമത്തിലോ? എന്താ, സിറ്റിയിൽ മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ? നാട്ടിൻപുറത്ത് ഉണ്ടാവാൻ പാടില്ല? ശരി ശരി, നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റിനോട് വരാൻ പറ. പറയടാ, എന്താ കാര്യം? മച്ചാനെ, ഒന്ന് പെട്ടെന്ന് വാടാ. ഒരു ജീവിതം കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവിടെ നിൽക്ക്, വരാം. സ്പെഷ്യലിസ്റ്റ് എപ്പോഴാ വരുന്നത്? കണ്ണടച്ച് കണ്ണും തുറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആൾ എത്തിയിരിക്കും. എവിടെ? ഈ സ്പീഡിൽ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് അല്ല, ഈച്ച പോലും വരില്ല. ഒന്ന് സാവധാനം അടച്ചു തുറന്നാ മതി. ശരി. ആ, ഇനി തുറക്ക. അല്ല, സ്പെഷ്യലിസ്റ്റ് വരും പറഞ്ഞിട്ട് ഒരു കിങ് കോങ് ആണല്ലോ വന്ന് നിൽക്കുന്നത്. തമാശയൊക്കെ കൊള്ളാം. ഈ കിങ് കോങ്ങിന്റെ പുറകിൽ ഒരു കിങ് വരുന്നുണ്ട്. നോക്ക്. എന്തിനാടാ വേഗം വരാൻ പറഞ്ഞേ? കോളേജിൽ നിന്ന് റിസർച്ച് എന്നൊക്കെ പറഞ്ഞു വന്നതാ. വന്ന സ്ഥലത്ത് സെൽഫോൺ കളഞ്ഞുപോയി. നമ്പർ എന്നാ ചോദിച്ചു പറ. എന്താ നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നേരെ നോക്കി സംസാരിക്കില്ലേ? നാണമാവുന്നുണ്ടോ? ഹലോ, തൊട്ടടുത്ത അതാ. എടാ, നമ്പർ പറടാ. ഇതാടാ നമ്പർ. മച്ചാനെ, വയലന്റ് ആയ അവളുമാര് സൈലന്റ് ഇട്ടിരിക്കുന്നേ. അതെല്ലാം പൊട്ടന്മാരുടെ ഐഡിയ. സെൽ എവിടെ മിസ് ആയത്? അകത്താ. മച്ചാനെ, അവിടെയാടാ. മച്ചു, ആ ജനലടച്ചേ. മച്ചാന്റെ കളി ഇവര് കാണാൻ പോകുന്നേ ഉള്ളൂ. എടാ മച്ചു, ലൈറ്റ് ഓഫ് ചെയ്യടാ. ഹലോ, ഒരു ഹീറോ വരുമെന്ന് പറഞ്ഞിട്ട് അവന്റെ പ്രവൃത്തി കണ്ട വില്ലനെ പോലെയാണല്ലോ. അവന്റെ തുടക്കം വില്ലനെ പോലെ ആയിരിക്കും, ഫിനിഷിംഗ് അടിപൊളിയായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. എടാ, സെൽഫോൺ കിട്ടി. ആ ജനല തുറക്ക്. സൂപ്പർ മച്ചാ, കലക്കി. ഇപ്പൊ എന്ത് പറയുന്നു? ഇതൊക്കെ ചീള് കേസല്ലേ. ബൈ ദ ബൈ, നിന്റെ പേരെന്താ? ഉമ്മയോ? അതൊക്കെ ശരി. ഇത് ആരുടെ മൊബൈലാ? എന്റെ മൊബൈലാ. താങ്ക്സ്. ഇങ്ങി താടി. എന്റെ നമ്പർ ഇതിലുണ്ട് കേട്ടോ. നീ ബെറ്റ് വെച്ച പൈസ. എന്ത് ബെറ്റ് വെച്ചെന്നോ? ഈ ഗ്രാമത്തിലുള്ളവർക്ക് ബുദ്ധി കുറവാണെന്നാ കരുതിയെ. അതിനു വേണ്ടി ഒരു ടെസ്റ്റ് വെച്ചതാ. ആ സെൽഫോൺ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ചു. ഈ ഗ്രാമത്തിലെ ഹീറോ ആയിട്ട് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഗിഫ്റ്റ്. മച്ചാൻ, എനിക്കിത് അറിയില്ലായിരുന്നു. നാട്ടിലുള്ളവരെ കളിയാക്കല്ലേ പ്ലീസ്. സിറ്റിയിലുള്ള മുഖ്യമന്ത്രി മുതൽ സിനിമയിലുള്ള മമ്മൂട്ടി വരെ എല്ലാരും ഗ്രാമത്തിൽ നിന്ന് വന്നവരാ. ഹലോ, വലിയ ബുദ്ധിജീവിയാണോന്നാണോ വിചാരം? ഞങ്ങൾ സെൽഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കായിരുന്നു? നിനക്ക് ശരിക്കും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ആദ്യം തന്നെ അത് ചെയ്തേനെ. ഹേ കവി, നമുക്ക് ഗണപതിയെ തൊഴുതിട്ട് പോയാലോ? ഗണപതിയെ തൊഴാനോ? അതെ, നീ മറന്നുപോയോ? ഈ അമ്പലത്തിലെ വിശേഷം ആദ്യം ഗണപതിയെ കണ്ട് തൊഴുതിട്ടേ പോകാവൂ. ആദ്യം ഗണപതിയെ തൊഴുതില്ലെങ്കിൽ അനുഗ്രഹം കിട്ടില്ലെന്നാ? അതാണ് അതിന്റെ ഐതിഹ്യം. നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം മനസ്സുരുക്കി ഗണപതിയെ പ്രാർത്ഥിച്ചോ അത് നടക്കും. മച്ചാനെ, സെൽഫോൺ ടീമാ.
അനിയന്മാരെ അമ്പലത്തിൽ വരുന്നതേ ദൈവത്തിനെ തൊഴാൻ മാത്രം, വേറൊന്നും നോക്കാൻ പാടില്ല. അതല്ലേ ഞങ്ങളും പറയുന്നത്. എന്താ പറയുന്നേ? ഭഗവാനെ മാത്രം തൊഴുതാ മതി. നിങ്ങൾ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. ഏയ് അതെന്താ ഒരു ചീട്ട് കെട്ടി തൂക്കിയിരിക്കുന്നേ? അറിയില്ല, നിക്ക് നമുക്ക് ആരോടൊന്ന് ചോദിച്ചു നോക്കാം. തിരുമേനി ഇതെന്ത് ചീട്ടാണ്? വരൂ, നിങ്ങൾ എന്തു മനസ്സിൽ വിചാരിച്ചാലും അതൊരു പേപ്പറിൽ എഴുതിയിടൂ. അതങ്ങനെ സംഭവിക്കും. എന്താ ഇത്? അകത്ത് പോ. അനിയ, ഇവിടെ ആദ്യമായിട്ടാ? എന്താ പറഞ്ഞേ? ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അവസാനത്തെ. തമാശ നന്നായിട്ടുണ്ട്. എനിക്ക് ചിരിക്കാൻ വയ്യേ. ഞാൻ ആകെ വിഷമത്തില. നമ്മുടെ നാടിന്റെ ആചാരപ്രകാരം പൗർണമി പൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞ ആരും വീടിന് പുറത്തേക്ക് വരരുത്. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. പൗർണമി എന്ന് പറഞ്ഞാലേ നല്ല വെളിച്ചത്തിലായിരിക്കും. പിന്നെന്താ പേടിക്കുന്നേ? അതല്ല അനിയ, പൗർണമി എന്ന് പറഞ്ഞ 3 ദിവസം പ്രേതങ്ങളുടെ കളിയായിരിക്കും. അതുകൊണ്ടാ പറയുന്നത് അകത്ത് പോയി കിടക്കാൻ. ഒന്ന് പോടൂ. 21 ലോകം അവസാനിക്കുന്നു പറഞ്ഞു, എന്നിട്ട് അവസാനിച്ചോ? ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കണോ? പോടാ, പോ. പോടാ മരങ്ങോ. ഇന്ന് രാത്രി പൗർണമി. പോടാ, ഒന്ന് പോ. രാത്രി പൗർണമി പൂജയാണ്. ഒന്ന് പൊക്കോളൂടെ. പാട്ട് കേൾക്കാൻ നേരത്തെ ഓരോ ശല്യങ്ങൾ കയറി വരും. ഞാൻ കാണാത്ത പൗർണമിയോ? അല്ല പിന്നെ. നല്ല വിശപ്പുണ്ടോ? 2 ദോശ കൂടി പറയാ. എടാ, കയ്യിൽ 50 രൂപയുള്ളൂ. മതിയാവില്ലടാ. എന്ത് 50 രൂപയോ? 50 രൂപ വെച്ചിട്ടാണ് ഈ ഹോട്ടലിൽ കയറിയത്. എങ്ങനെ പ്ലാൻ? ഓക്കെ അല്ലേ? മച്ചാനെ, എന്താ? അവിടെ നമ്മുടെ സെൽഫോൺ പാർട്ടി. ഡീൽ. ഹായ്. ഹലോ, ഹായ്. സുഖാണോ? സുഖായിരിക്കുന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണോ? അല്ല, കാണാൻ വന്നതാ. ചോദ്യം കേട്ടില്ലേ? അന്ന് കാണാതായ സെൽഫോൺ ക്ലെവർ ആയിട്ട് കണ്ടുപിടിച്ചെന്നില്ലേ? ആ. അതുകൊണ്ട് ഞാനൊരു ട്രീറ്റ് അത് വെക്കാം. നല്ല അയ്യോ, കാര്യല്ലേ? അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തിനാ വെറുതെ? ഒന്നും മിണ്ടായിരിക്കടാ. ഞാൻ എന്ത് ചെയ്താലും കഴിക്കോ? ഇവരോ വാങ്ങിത്തരില്ല. വാങ്ങിത്തരുന്നൊരു സമ്മതിക്കല്ല. നിങ്ങൾ വാങ്ങി തന്നോ? You're so cute. Server? സെർവർ. പറയൂ സർ. ഇവർക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിക്കൂ. എന്താ സർ കഴിക്കാൻ വേണ്ടത്? ഇഡ്ലി, പുട്ട്, മസാല ദോശ, വട, പൂരി, കള്ളപ്പം, പാലപ്പം, ഇടിയപ്പം. ഇതിലേതെങ്കിലും ഒന്നോ? എല്ലാത്തെ കൂട്ട് ഓരോന്ന്. നിങ്ങൾക്കോ സർ? അതിലെന്തെങ്കിലും ഒന്ന്. വെട്ടത്ത് കഴിക്കുള്ളൂ. സെർവർ 2 ദോശ കൂടി. എടാ, തീർന്നില്ലേ? പകുതിയോടെ അവരാ കഴിച്ചു തീർത്തേ. ഞാൻ പോയി കൈ കഴുകിട്ട് വരാം. ഇതാ ബില്ലേ. ശരി, ഞാൻ പോയിട്ട്. ഇരിക്കടാ. ആദ്യം ഓർഡർ ചെയ്തത് വരട്ടെ. ശരി, കൈ വിടറാ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കഴിക്കട്ടോ. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. ഓഫ് കോഴ്സ്. നീ എന്താടി പുറത്തു വന്നത്? 2 എണ്ണം ഇന്ന് ശരിക്കും കുടുങ്ങും. ബില്ലിന് കാശില്ലാണ്ടെന്ന് 2 എണ്ണം ശരിക്കും കുടുങ്ങും. നോക്കിക്കോ, ഇവന്മാരെ മൂക്ക് കൊണ്ട് ഇച്ച അതിനെ വരയ്ക്കാതെ വിടരുതടി. എന്ത് പറ്റി? പോയില്ല ഇതുവരെ? ആ, ഇതാ ബാലൻസ്. നമ്മൾ കഴിച്ചതിന് 940 രൂപ, 10 രൂപ ടിപ്പും, ഇത് 50 രൂപ. എണ്ണി നോക്കിക്കോളൂ. നിങ്ങളടുത്ത് അത്ര കാശുണ്ടായിരുന്നോ? ഹേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെ നിന്ന് എത്ര പണം?
നിങ്ങൾ അവിടുന്ന് വരുമ്പോ ഈ പേഴ്സ് അവിടെ തന്നെ മറന്നു വെച്ചു. അതെന്നാ കാശ് കൊടുത്തേ? ഒരു മിനിറ്റ്. നിങ്ങൾക്ക് വേണ്ടി വേറൊരു പേഴ്സ് കാത്തിരിക്കുന്നുണ്ട്. സി തുടങ്ങിയല്ലേ? നിങ്ങൾ അന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഇതാ ഒരു ഗിഫ്റ്റ് തരുന്നു. ദാ, വാങ്ങിച്ചോളൂ. ഇത് നിനക്കുള്ള സമ്മാന. സൂക്ഷിച്ചു വെക്കണേ, ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഇത് മറക്കാതെ തന്നെ നിങ്ങൾ ടി വിരിക്കുന്ന ഷോക്കേസ് തന്നെ വെക്കണേ. 오빤 강남스타일